Hi friends, welcome back to Daron's Pet Tech World. Prestige Iris 2Burner gas stove inde installation ചെറിയൊരു ഡെമോൺസ്ട്രേഷനുമാണ് വീഡിയോയിൽ ചേർത്തിരിക്കുന്നത്. ഇതിന്റെ മോഡൽ നമ്പർ GTI 02 എന്നാണ്. പ്രോഡക്റ്റ് പാക്കേജിൽ എന്തൊക്കെ കണ്ടന്റ് അടങ്ങിയിരിക്കുന്നു എന്ന് നോക്കാം. പ്രസ്റ്റീജ് ഐറിസ് LP ഗ്യാസ് ടേബിൾ, പൗഡർ കോട്ടഡ് ബോഡി, ഗ്ലാസ് ടോപ്പ്, 2 ബ്രാസ് ബർണേഴ്സ് എന്നിവയാണ്. കളർ ബ്ലാക്ക്, 2-year വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു ISI സർട്ടിഫൈഡ് പ്രോഡക്റ്റ് ആണ്. ഓവറോൾ പ്രോഡക്റ്റിന്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് നല്ലൊരു ക്വാളിറ്റിയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ചെറിയൊരു ഫാമിലിയാണ്, അതുപോലെ ബ്രാൻഡ്, ആഫ്റ്റർ സെയിൽ സർവീസ് എല്ലാത്തിലും പുറമെ ബഡ്ജറ്റിന് ഉള്ളിൽ നിൽക്കുന്ന ഒരു ഗ്യാസ് സ്റ്റവ് ആണ് നോക്കുന്നതെങ്കിൽ പ്രസ്റ്റീജ് ഐറിസ് GTI 02 നല്ല ഒരു ചോയ്സ് ആയിരിക്കും. ആൻറ്റി സ്ലിപ്പറി റബ്ബർ ബുഷ് ലെഗുകളാണ് പ്രോഡക്റ്റിന് കമ്പനി നൽകിയിരിക്കുന്നത്. ഇത് നട്ട് ബോൾട്ട് പോലെയുള്ള മെക്കാനിസമാണ്. ഇത് നമുക്ക് വളരെ ഈസിയായി ഗ്യാസ് സ്റ്റവിൽ ഫിറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കമ്പനികൾ അവരുടെ പ്രോഡക്റ്റുകളിൽ ചില കോഷൻ നോട്ടുകളെല്ലാം കൊടുത്തിരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കാം. പലപ്പോഴും കസ്റ്റമേഴ്സ് ഇത് ശ്രദ്ധിക്കാറേ ഇല്ല എന്നാണ് സത്യാവസ്ഥ. ഇത് ഞാനിവിടെ പറയാൻ കാരണം പല റിവ്യൂസിലും വിത്തിൻ വാറണ്ടി പീരീഡിൽ പ്രോഡക്റ്റുകൾ ഡാമേജ് ആയി പോകുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനുള്ള കാരണം കമ്പനികൾ പറഞ്ഞിരിക്കുന്ന കോഷൻ നോട്ടുകൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. സ്പിൽ പ്രൂഫ് ഡിസൈൻ, ട്രൈപ്പിൻ ബ്രാസ് ബർണർ, എർഗോണമിക് നോബ് ഡിസൈൻ, ടഫ് ആൻഡ് ബ്ലാക്ക് ഗ്ലാസ് ടോപ്പ് എന്നീ സവിശേഷതകളാണ് പ്രോഡക്റ്റിനുള്ളത്. ലെഫ്റ്റ് സൈഡിലുള്ള ബർണർ വലിപ്പം കൂടിയതും റൈറ്റ് സൈഡിലുള്ള ബർണർ വലിപ്പം കുറഞ്ഞതുമാണ്. പാൻ സ്റ്റാൻഡുകളും ബർണറുകളും ഈസിയായി സ്റ്റൗവിൽ ഫിറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതൊരു മാനുവൽ ഇഗ്നീഷൻ സ്റ്റൗ ആണ്. അതുപോലെ നോബിൻ്റെ ഫങ്ഷനെല്ലാം വളരെ മികച്ചതാണ്. ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും അതിന് കൊടുക്കുന്ന മെയിൻ്റനൻസ് അനുസരിച്ചിരിക്കും അതിൻ്റെ നിലനിൽപ്പ്. പ്രത്യേകിച്ച് ഗ്യാസ് സ്റ്റൗവിൻ്റെ കാര്യത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടിയിരിക്കുന്നു. അടുത്തതായി റെഗുലേറ്ററിലും സ്റ്റൗവിലും LPG ഫ്ലെക്സിബിൾ ഹോസ് എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്ന് നോക്കാം. പ്രത്യേകിച്ച് ഫ്ലെക്സിബിൾ ഹോസ് നമ്മുടെ ശ്രദ്ധ അധികം ചെല്ലാത്ത ഇടങ്ങളിലാണ് ഇത് കിടക്കുന്നത്. എക്സാമ്പിൾ ക്യാബിനുകൾക്കുള്ളിലെല്ലാം. അതുകൊണ്ട് റെഗുലർ ഇൻ്റർവെല്ലിൽ ഇത് ഇൻസ്പെക്ഷൻ ചെയ്ത് ഡാമേജസ് ഉണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഹോസ് റീപ്ലേസ് ചെയ്യുവാൻ കമ്പനികൾ പറയുന്നുണ്ട്. ഹോസിൻ്റെ ഇരു സൈഡിലും ഹോസ് ക്ലാമ്പുകൾ ഇട്ടതിനു ശേഷം റെഗുലേറ്ററിൻ്റെയും സ്റ്റൗവിൻ്റെയും പൈപ്പിലേക്ക് ഹോസ് ഇൻസേർട്ട് ചെയ്ത് ഹോസ് ക്ലാമ്പ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഹോസ് റീപ്ലേസ് ചെയ്യുമ്പോഴും അതുപോലെ ഗ്യാസ് സിലിണ്ടർ റീപ്ലേസ് ചെയ്യുമ്പോഴൊക്കെ പാലിക്കേണ്ട നിയമങ്ങൾ നമ്മൾ പാലിച്ചിരിക്കണം. ഒന്നാമതായി ഇതിനെക്കുറിച്ച് വ്യക്തമായ അറിവ് ഉള്ളവർ മാത്രം കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ വലിയ അപകടങ്ങളിലേക്ക് ഇത് വഴിതെളിക്കും. പ്രോഡക്റ്റിൻ്റെ ഇൻസ്റ്റലേഷൻ ഇതോടെ അവസാനിച്ചിരിക്കുകയാണ്. ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ കമ്പനി നമുക്ക് കോഷൻ തരുന്നുണ്ട്. അവ ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യമായി ബാത്തി കുക്കറോ തന്തൂർ കുക്കറോ ബർണറിനെ മറയ്ക്കുന്ന സമാനമായ പാത്രങ്ങളോ ഉപയോഗിക്കരുത്. രണ്ടാമതായി ഗ്യാസ് സ്റ്റൗ ബേക്കിങ്ങിനായി ഉപയോഗിക്കരുത്. കാരണം അത് വലിയ ചൂട് ഉണ്ടാക്കുന്നു. അത് ഗ്ലാസിന് കേടുവരുത്തും. മൂന്നാമതായി ഗ്ലാസ് ചൂടാകുമ്പോൾ അതിൽ വെള്ളമൊഴിക്കുവാൻ പാടില്ല. നാലാമതായി ചൂടുള്ള പാത്രങ്ങൾ ഗ്ലാസിൽ സൂക്ഷിക്കുവാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്യരുത് എന്നാണ് കമ്പനി പറയുന്നത്. ഡെയിലി ബേസിസിൽ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ചൂട് പോയതിനു ശേഷം ചെയ്യുവാൻ ശ്രമിക്കുക. 2 ബർണറുകളും കത്തിച്ചു നോക്കി. നല്ല ഒരു ഫംഗ്ഷനാണ് 2 ബർണറും കാഴ്ചവെക്കുന്നത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ വ്യൂവേഴ്സിന് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യൂ. ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം തരുന്നത്. പുതിയൊരു വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.